നമസ്കാരം. അന്റാർട്ടിക്കയിലെ ടെയ്ലർ ഗ്ലേസിയറിൽ നിന്ന് മാക്മുർഡോ ഡ്രൈ വാലിയിലെ ലേക്ക് ബോണിയിലേക്ക് ഒഴുകുന്ന ചുവന്ന നീരൊഴുക്കായ ബ്ലഡ് ഫോൾസ് എന്നും ശാസ്ത്രലോകത്തിന് വലിയൊരു വിസ്മയമാണ്. മഞ്ഞുപാളികൾക്കിടയിലൂടെ ചോരച്ചുവപ്പ് നിറത്തിൽ ഒഴുകുന്ന ഈ വെള്ളത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പതിറ്റാണ്ടുകളായി വിവിധ പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ തികച്ചും വിപ്ലവകരമായ ചില വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഉയർന്ന അളവിൽ ഇരുമ്പടങ്ങിയതും വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചുവപ്പ് നിറമാകുകയും ചെയ്യുന്ന ഈ ഉപ്പുവെള്ളം ശരിക്കും കടലിൽ നിന്നുള്ളതാണ് എന്നും നൂറ്റാണ്ടുകളായി മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന പുരാതന കടൽ ജീവികളുടെ തലമുറകൾ ഇപ്പോഴും അവിടെ അതിജീവിക്കുന്നുണ്ടെന്നും ജീവശാസ്ത്രപരമായ തെളിവുകളോടെ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിരിക്കുന്നു. മഞ്ഞുപാളികൾ മുന്നോട്ട് നീങ്ങുകയും സമുദ്രനിരപ്പ് താഴുകയും ചെയ്തതോടെയാണ് ടെയ്ലർ താഴ്വരയിൽ ഉണ്ടായിരുന്ന കടൽവെള്ളം മഞ്ഞുപാളികൾക്കടിയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയത്. അങ്ങനെ സമുദ്രവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടും ആ അത്യപൂർവമായ ആവാസ വ്യവസ്ഥിതിയിൽ വായുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയോ പൂർണ്ണമായ ലഭ്യതയില്ലാതെ സമുദ്ര സൂക്ഷ്മജീവികൾ അതിജീവിച്ചു പോന്നു. മക്മുർഡോ ഡ്രൈ വാലിയിൽ നിന്നും സമീപപ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച 167ഓളം സാമ്പിളുകൾ നടത്തിയ DNA സീക്വൻസിംഗ് വഴി ആയിരക്കണക്കിന് സമുദ്ര സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഗവേഷകർക്ക് സാധിച്ചിട്ടുണ്ട്. ബ്ലഡ് ഫോൾസിലെ സാമ്പിളുകളിൽ 9.34% ജീവിവർഗങ്ങളും തൊട്ടടുത്തുള്ള സമുദ്രഭാഗങ്ങളിലെ ജീവികളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്നവയാണെന്ന് കണ്ടെത്തിയത് ഇത് പണ്ട് സമുദ്രത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു എന്നതിന് ശക്തമായ തെളിവാണ്. കഠിനമായ തണുപ്പും ഉയർന്ന ഉപ്പുരസവും നിറഞ്ഞ ഈ ആവാസ വ്യവസ്ഥയിലും ഈ സൂക്ഷ്മജീവികൾ വെറുതെ കഴിയുകയല്ല, മറിച്ച് ജീവശാസ്ത്രപരമായി സജീവമായി നിലകൊള്ളുന്നു എന്നതും ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തകരാറിലാവുന്ന കോശങ്ങളെ സ്വയം പുനഃസ്ഥാപിച്ചും സ്ട്രെസ് റെസ്പോൺസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും ചില ജീവികൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ട്. സാഹചര്യങ്ങൾ പൂർണ്ണമായും പ്രതികൂലമാകുമ്പോൾ ചില ഇനങ്ങൾ നിർജീവ അവസ്ഥയിലേക്ക് മാറുകയും അന്തരീക്ഷം അനുകൂലമാകുമ്പോൾ വീണ്ടും സജീവമാകുകയും ചെയ്യുന്നു. നേച്ചർ ജിയോ സയൻസ് എന്ന പ്രമുഖ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിലുണ്ടായ വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ജീവിവർഗങ്ങൾ എങ്ങനെ അതിജീവിച്ചു എന്ന് മനസ്സിലാക്കാനും അന്റാർട്ടിക്കയുടെ ചരിത്രം പുനർനിർമ്മിക്കാനും നമ്മെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി TV.